Dear students, it's Christmas time. I have a surprise for all of you. I'm giving you a responsibility. Prepare your own plans to celebrate Christmas meaningfully. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്? പക്ഷെ നമുക്കൊരു സ്കിറ്റ് ചെയ്താലോ? എന്നാൽ പിന്നെ ചാൾസ് ഡീക്കൻ്റെ ഒരു ബുക്കില്ലേ ക്രിസ്മസ് കരോൾ, അതങ്ങ് സ്കിറ്റ് ആക്കിയാലോ? +1 പഠിക്കുന്ന മെറിൻ നന്നായിട്ട് എഴുതും. നമുക്ക് അവളെ കൊണ്ട് എഴുതിച്ചാലോ? എഴുത്തൊക്കെ പിന്നെയാവും. അച്ഛൻ ആരുടെ കോൺസെപ്റ്റ് അംഗീകരിക്കാൻ അറിയില്ലല്ലോ. ആദ്യം പ്രപ്പോസ് കൊടുത്താൽ സമ്മതിച്ചാൽ എഴുതാം. ശരിയാ. The living organisms and their surrounding is called by the name habitat. And now you know what habitat is. And you know there are two types of habitats, aquatic and terrestrial. And all the organisms are adapted to live in their habitat. That means they should be adapted to live in their habitats. So adaptation means the specific features or habits that enable a plant or animal to live in its surrounding is called by the name adaptation. So you should study the definition for adaptation. Cicely, what are you doing? Miss, say Stephen. Stephen, stand up. What's the problem? Miss, Stephen has some stomach problem. He wants to use the washroom. Silence. Do you want to go to the washroom? No, ma'am. No. Yes, ma'am. Yes. Then what are you waiting for? Go fast. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, എനിക്കിന്ന് പകരം ചോദിക്കണം. ആരോട്? ആ സിസ്ലിയോട്. പകരം ചോദിക്കണമെങ്കിൽ ഇതാ ഇപ്പോൾ ചോദിച്ചോ, വരുന്നുണ്ട്. എന്താടാ? ഒന്നുമില്ല, ഞങ്ങൾ 2 ഐസ്ക്രീം ഓർഡർ ചെയ്താ. സിസ്ലിക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ ഞങ്ങൾക്ക് 2 ഐസ്ക്രീം. ചേട്ടാ 2 ഐസ്ക്രീം. സിസിലി, നീ അറിഞ്ഞോ നമ്മുടെ സ്റ്റീഫൻ ഡിസ്നിലാൻഡിലോട്ട് ടൂർ പോവാന്ന്? അതിൻ്റെ ഈ ചെലവ്. ആണോടാ? ഭാഗ്യവാൻ. എൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെയാ. അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൂത്ത കാശുള്ളവർക്ക് ഡിസ്നിയിലല്ല ലോകത്തിൻ്റെ ഏത് അറ്റം വരെ പോകാം. ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കും. ഇല്ലേടാ പോത്താ? എടി സിസിലി, ഞാൻ നിന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ട് എന്നെ പോത്താന്ന് വിളിക്കല്. ഒന്ന് അടങ്ങടാ. സ്റ്റീഫന് കിട്ടിയ അത്ര പണിയൊന്നും നിനക്ക് കിട്ടിയില്ലല്ലോ അല്ലേ? പാവം, ദേഷ്യപ്പെട്ടാണ്ടാ പോയത്. അത് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ സ്റ്റീഫൻ അല്ലേ? ആ, അച്ഛൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ല. എന്താ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം? സ്റ്റീഫൻ, എന്താ ഇത്? അതച്ഛാ, എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് വേണമായിരുന്നു. ലീവോ? അവധിയൊന്നും തരാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അല്ല, നിനക്കിപ്പോൾ എന്തിനാ അവധി? അത് അച്ഛാ, ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഡിസ്നിലാൻഡിലേക്ക് പോകാമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു. പപ്പായോട് ഞാൻ പറഞ്ഞോളാം. തൽക്കാലം ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ മതി. ഓക്കെ?
സ്റ്റീഫ ഡാ എന്ത് പറ്റി നീ എന്തിനാ കരയുന്നേ? സ്റ്റീഫ, ഇനി ഞാൻ നിന്നെ കളിയാക്കിയതിന്റെ വിഷമത്തിലാണോ? സോറി കേട്ടോ, ഞാൻ തമാശക്ക് ചെയ്തതല്ലേ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. അതൊന്നുമല്ല, ഫാദർ എന്നോട് ഡിസ്നിലാൻഡിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഷോ, ഈ ഫാദറിനെ കൊണ്ട് തോറ്റു, ഒന്നും സമ്മതിക്കത്തില്ല. എപ്പോഴും പഠിത്തം പഠിത്തം പഠിത്തം. ഈ സ്കൂൾ ലൈഫ് എങ്ങനെയാലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. പോത്താ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കണ്ട. ഫാദർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടേ അത് നമ്മുടെ നന്മയ്ക്കാ. ഓ പിന്നെ നോക്ക് സ്റ്റീഫ, നീ എന്തായാലും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ ഒരു അടിപൊളി പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒരുമിച്ച് ചെയ്യാം. ഞാനില്ല. നീ ഉണ്ട്, നമ്മൾ എല്ലാവരും ചേർന്ന് ചെയ്യുന്നു. വാ, എഴുന്നേൽക്ക്. ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു ക്രിസ്മസ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നു. അതൊന്ന് അച്ഛനോട് പറയാൻ. ആഹാ, ഗുഡ്, പറഞ്ഞോളൂ. ഫാദർ, ഇപ്പോൾ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഏതെങ്കിലും ഒരു വൃദ്ധസദനമോ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കണ്ടെത്തി അവരെ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ച് അവരോടൊപ്പം ഒരു ദിവസം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഇതാണോ ഇത്ര വലിയ ആഘോഷം? നിങ്ങൾക്ക് എന്താ വട്ടാണോ? ഫാദറിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടികളെ, ഇതൊരു നല്ല ആശയമാണ്. സ്നേഹവും കരുണയും പറ്റാത്ത പുതിയ തലമുറയെയാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. പഠനത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ എല്ലാം തയ്യാറായിക്കൊള്ളൂ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ? ഹലോ ഡാഡി. നിനക്ക് ലീവ് കിട്ടിയോ? ഇല്ല. അതെന്താ? എനിക്കറിയില്ല. നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഓ, വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധരെ സ്കൂളിലേക്ക് ക്ഷണിച്ച് ക്രിസ്മസ് ആഘോഷിക്കാത്ത അതിന് കൂടിയാൽ മതി. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഡാഡി ഒന്ന് അച്ഛനോട് പറയോ പ്ലീസ്? പറയാം. എനിക്കറിയാം, ഡാഡി പറഞ്ഞാലൊന്നും അച്ഛൻ സമ്മതിക്കുകയില്ല. കുറെ വയസ്സന്മാരെ സ്കൂളിലേക്ക് ക്ഷണിച്ചിട്ട് എന്ത് സന്തോഷം കിട്ടാനാണ്. വേഗം തന്നെ സ്റ്റീഫ. എനിക്ക് ഇതിലൊന്നും ശീലമില്ല. നമുക്കൊരു ഓട്ടോ വിളിച്ചു പോയാലോ? നടക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ സ്റ്റീഫ. നീ ഒന്ന് വേഗം വന്നേ. കേറുവാടാ മക്കളെ. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ ചാവറ CMI സ്കൂളിൽ നിന്നാ അപ്പച്ചാ. മോൻ എന്താ മാറി നിൽക്കുന്നേ? നിങ്ങൾ കേറുവാ. നീ ഇങ്ങോട്ട് വാ. പിള്ളേർക്ക് കുടിക്കാൻ എടുക്ക. വേണ്ട അമ്മച്ചി. അമ്മച്ചി ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഇത് ഞങ്ങളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കൊണ്ടുവന്നതാ. അപ്പച്ചാ, ക്രിസ്മസിന് സ്കൂളിൽ ഞങ്ങൾ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. തീർച്ചയായും വരണം. നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ, ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. ശരി മക്കളെ. ശരി. എടാ സ്റ്റീഫ, നീ ചെയ്തത് തീരെ ശരിയായില്ല കേട്ടോ. ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. ഞാനെന്ത് ചെയ്തു? എന്നാലും നിനക്ക് അവരോട് എന്തെങ്കിലും സംസാരിക്കണം. നിങ്ങളൊക്കെ സംസാരിച്ചില്ലേ? അത് മതി. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് മനസ്സിലാവില്ല. ഒരു ക്രിസ്മസ് ആഘോഷം പോലും ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്താഘോഷിക്കാൻ? മിസ്സിന് വേറെ പണിയൊന്നുമില്ലേ ഇവനോട് സംസാരിക്കാൻ? ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ, അതിൻ്റെ ഇഴയെടുപ്പത്തിൻ്റെ മാധുര്യം അറിയണമെങ്കിൽ ഇതുപോലുള്ള പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും വീട്ടിൽ വേണം. അവരുടെ വാത്സല്യം അറിഞ്ഞു വളരണം. ഓ പിന്നെ
എന്താ മോനെ? ഏയ് ഒന്നുമില്ല. മോൻ കഴിഞ്ഞ ദിവസം കുട്ടികളോട് ഇവിടെ വന്നതല്ലേ? അതെ. എന്താ ഈ ആഘോഷങ്ങളൊക്കെ? എനിക്കറിയില്ല. മോൻ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അല്ലേ? അല്ലെങ്കിലും ഇപ്പോഴത്തെ ആഘോഷങ്ങളൊക്കെ വെറും കൃത്രിമമാണ്. നിങ്ങളിവിടെ വന്നു പോയത് പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്ക് പോയി. എനിക്കൊന്ന് പള്ളിയിൽ പോകണം. മോൻ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? അച്ഛൻ എന്തിനാ കരയുന്നത്? സുഖമല്ലേ? എന്നാ നമുക്ക് പോയാലോ? വേണ്ട മോനെ, എനിക്കിവിടെ കുറച്ചു നേരം കൂടി ഇരിക്കണം. മോൻ പൊയ്ക്കോ. വേണ്ട പച്ച, നമുക്ക് ഒന്നിച്ചു പോകാം. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു മോനെ നിന്നെ പോലെ 2 മക്കള്. എന്നിട്ട് അവരെവിടെ? വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്മസ് രാത്രിയിൽ നക്ഷത്രം തൂക്കാൻ വേണ്ടി എൻ്റെ ജോസി മോൻ മാവിൽ കയറിയതാ. ഏറ്റവും ഉയരത്തിൽ വേണമെന്ന് അവൻ ശടിച്ചു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ആളോ? ജോസിയുടെ മരണം തീർത്ത ആഘാതം ഞങ്ങളുടെ ദൈവവിശ്വാസം കുറച്ചു. രണ്ടാമത്തെ മകനെ വളർത്തുന്നതിലായി ഞങ്ങളുടെ എല്ലാ ശ്രദ്ധയും. പക്ഷെ ഒരു ദിവസം അവന് ഞങ്ങളെ വിട്ടുപോയി. അയ്യോ, എങ്ങനെയാ മരിച്ചത്? മരിച്ചിട്ടില്ല മക്കളെ, എവിടെയോ പോയി. എവിടെയാണെന്നൊന്നും അറിയില്ല. സോറി അപ്പച്ച, എനിക്കറിയില്ലായിരുന്നു. സ്റ്റീഫ, നിന്റെ പ്രിൻസിപ്പൽ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ. ക്രിസ്മസ് പ്രോഗ്രാമുകൾ ഉടൻ ആരംഭിക്കുകയാണ്. ഫാദർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഡാഡി, നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഡാഡി, ക്രിസ്മസ് ആഘോഷം തുടങ്ങാറായി. വാ, നമുക്ക് ഹാളിലേക്ക് പോവാം. വേണ്ട മോനെ, നമ്മൾ ഇപ്പോൾ തന്നെ പോവുകയാണ്. പോവുകയോ? എങ്ങോട്ട്? We are taking you to Disneyland, your dream place. Father permission തന്നിരുന്നു. ഇവർ എന്നെ വിളിച്ചിരുന്നു. ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. ഏതായാലും ഡാഡിയും മമ്മിയും വിദേശത്ത് നിന്ന് ഇത്രയും സാക്രിഫൈസ് ചെയ്ത് ഇവിടം വരെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്റ്റീഫൻ, യു ആർ എ ലക്കി ബോയ്. ഫാദർ, ഞാൻ പോകുന്നില്ല. എന്താ പോകുന്നില്ലെന്നോ? നിനക്ക് വേണ്ടി എന്തുമാത്രം പണം മുടക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിനക്കറിയാമോ? ഡിസ്നിലാൻഡിലേക്ക് പോകാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ വരുന്നില്ല. എനിക്ക് ഇവിടുത്തെ ആഘോഷം മതി. എന്ത് പറ്റി സ്റ്റീഫ, എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. അതാ അവിടെ ഇരിക്കുന്നു. മോനെ, ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കൂ. ഞാൻ വരുന്നില്ല. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് വരാൻ. ധോണി,
അപ്പച്ചൻ, ഇത് അമ്മച്ചി. നിനക്ക് ഓർമ്മയുണ്ടോ അല്ലേ? ഓ, ഇതെന്റെ കൊച്ചുമോനാണല്ലേ? എന്റെ മോൻ ഒരിക്കലെങ്കിലും ഞങ്ങളെ തേടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നോട് ക്ഷമിക്കണം അപ്പച്ച. ഇതെല്ലാം എൻ്റെ തെറ്റാ. നിന്നെ ഞാൻ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്താൻ മറന്നുപോയി. ഏതായാലും എൻ്റെ കൊച്ചുമ്മ മിടുക്കനാ. യാദൃച്ഛികമായി സംഭവിച്ചതാണെങ്കിലും ജോണിയുടെയും കുടുംബത്തിൻ്റെയും ഒത്തുചേരലിനാണ് നാം ഇവിടെ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ ദൈവത്തിന് യാദൃച്ഛികതകളില്ല. ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനസ്സിൽ ഒറ്റപ്പെടലിൻ്റെയും സങ്കടങ്ങളുടെയും നിരവധി കഥകളുണ്ടാവും. പക്ഷേ പുതിയ ഒരു പുലരിയും നന്മയുടെ ഒരു നക്ഷത്രക്കാലവും നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നാം വിശ്വസിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്ക് സമ്മാനവുമായി പടിവാതിൽക്കൽ ദൈവം നിൽപ്പുണ്ട്. അതുതന്നെയാണ് ക്രിസ്മസ്. संदेश